റിയാക്റ്റും നെക്സ്റ്റ് ജേസും എല്ലാം പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ എത്ര വർഷമാണ് കളഞ്ഞത്? ഓൾ റൈറ്റ് ലിറ്റിൽ ബ്രോ, യു മൈറ്റ് ബി കുക്ക്. കാരണം ഇതെല്ലാം സ്കിപ്പ് ചെയ്യാൻ ഒരു കമ്പനി ഇപ്പോൾ ഒരു പുതിയ ലാംഗ്വേജ് ഇറക്കി. ഇന്റർനെറ്റിന്റെ പകുതി ഫ്രണ്ട് എൻഡ് ഹോസ്റ്റ് ചെയ്യുന്ന അതേ കമ്പനി വേഴ്സൽ ഇറങ്ങിയ ലാംഗ്വേജിന്റെ പേരാണ് സീറോ. പക്ഷെ ഇവിടെ ഒരു ടെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയത് എനിക്കും നിനക്ക് ആർക്കും കൂടിയാനല്ല, മനുഷ്യനെ കൂടിയാനല്ല. ഇറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ AI ഏജന്റ്സ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ്. 1995 ബ്രൗസറിൽ ബട്ടൺ അനക്കാൻ വേണ്ടി 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അതിന് മുകളിൽ ഒരു ബാൻഡേജ് ഒട്ടിച്ച എങ്ങനെയിരിക്കും, അതാകും ടൈപ്പ് സ്ക്രിപ്റ്റ്. ഇതിൽ വന്ന് AI കോഡ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ AI കൺഫ്യൂസ് ആകും, അത് ഹാലൂസിനേറ്റ് ചെയ്യും, അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കോഡ് ബ്രേക്ക് ആവും. ഈ ഒരു മെയിൻ പ്രശ്നമാണ് ദ ലാംഗ്വേജ് സീറോ ഇവിടെ സോൾവ് ചെയ്യുന്നത്. സീറോയിൽ എറർ വന്നാൽ അത് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റേ ആയിരിക്കില്ല വരുന്നത്. AIക്ക് മനസ്സിലാകുന്ന ഒരു സ്ട്രക്ചേർഡ് ആയുള്ള ഒരു JSON ഫയൽ ഫോർമാറ്റ് ആയിരിക്കും അത് കൃത്യമായി ഫ്രേസും ഫിക്സും ചെയ്യും, അത് റീട്രൈ ചെയ്യും, അങ്ങനെ ഒരു ഓട്ടോ ലൂപ്പിൽ ഒരു പ്രൊഡക്ഷൻ റെഡി കോഡായി ഡിപ്ലോയ് ചെയ്യും. സ്റ്റാക്ക് ഓവർഫ്ലോ വേണ്ട, നിന്റെ സീനിയർ ഡെവിനെ വേണ്ട, എന്തിന് നിന്നെ പോലും വേണ്ട. അൺസ്റ്റേബിൾ മാത്രമാണ് ബ്രോ എന്ന് പറയുന്നവർക്ക് ഇതൊന്ന് ചിന്തിക്കുക. 2009 നോഡ് JSഉം 2012 ടൈപ്പ് സ്ക്രിപ്റ്റും കുറിച്ചും ആളുകൾ ഇത് തന്നെയാണ് പറഞ്ഞത്. നീ കോഡ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണോ, അത് വെറും സിൻടാക്സ് കാണാപ്പാടം പഠിക്കുവാണോ? മാറിയില്ലെങ്കിൽ സീറോ നിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സീറോ ആയി മാറും.